അപ്പൊ പിന്നെ നമ്മളെ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ടൈഗർ കേവ്. ഓക്കെ. കേവാണ്. ആ 33 വാട്ടർഫോൾസ്. ഓക്കെ. ഓക്കെ, റൈറ്റ്. ഹാങ്ങിങ് ബ്രിഡ്ജ്. ട്രൈബൽ ഏരിയ. അത് അടിപൊളിയായിരിക്കും. ഓഫ് റോഡിങ്. ചെക്ക് ഡാം ഉണ്ട്. ആനക്കുളം. വെരി ഗുഡ്. കുഴപ്പമില്ല. ഓക്കെ, ശരി. കോഴിയാളക്കുടി വനസംരക്ഷണ മേഖലയിൽ കൂടിയാണ് നമ്മൾ കടന്നിപ്പോൾ പോകുന്നത്. നമ്മൾ ആനത്താരകളും ആനപ്പിണ്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. വഴിയിൽ നമ്മൾ കുറേ വണ്ടി നിർത്തിയൊക്കെ നമ്മൾ നോക്കി. ഇതുവരെ നമ്മൾ ആനയൊന്നും നമ്മൾ സൈറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ആനയെ സൈറ്റ് ചെയ്യണമെന്നുള്ള വളരെ അതിയായ ആഗ്രഹത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആന കൂട്ടത്തെയോ മറ്റോ കാണാൻ സാധിച്ചേക്കും എന്നാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. അല്ലേ വിനു? അതെ. അപ്പോൾ അതാണ്. നമ്മളിപ്പം കോഴിയാളക്കുടി വനസംരക്ഷണ മേഖലയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുർഘടമായ വഴിയാണ്. ആനയെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനു നമുക്ക് ആനയെ കാണാനുള്ള യോഗം കാണുമോ? നമുക്ക് നോക്കാമല്ലേ? പല ആന താരകളും നമ്മൾ കണ്ടു. ആനത്താരകൾ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടു. ആനപ്പിണ്ടം കണ്ടു. പക്ഷെ ആനയെ നമ്മൾ സൈറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആനയെ സൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. നമുക്ക് നോക്കാം, ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ ആ റിസർവ് വനത്തിൽ കൂടെ തന്നെയുള്ള പോക്കാണ് ഇത്. വളരെ ദുർഘടമായ റോഡാണിത്. നമുക്കിവിടെ വേണമെങ്കിലൊന്ന് നിർത്തി കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ആനയുള്ളത് കാരണം നമുക്കിവിടെ കുളിക്കാൻ പറ്റുന്നില്ല, അല്ലേ? ആനയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു വലിയ ബുദ്ധിമുട്ടായി തീരും. അവർക്കൊരു ബുദ്ധിമുട്ടായി തീരും. പോട്ടെ. അപ്പം നല്ല ഇതാണ്. ഹായ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിയാള റിസർവ് വനത്തിലാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർ അങ്കിള് ഒരു സാധനം കാണിച്ചു തന്നു. മൂട്ടിപ്പുളി എന്ന് പറഞ്ഞ സാധനം. മൂട്ടിപ്പുളി. അപ്പോൾ ഇത് ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് അങ്ങനെ നിർത്താൻ പറ്റത്തില്ല നമുക്ക്. ഈ മൂട്ടിപ്പുളി നമുക്ക് പറിച്ചിട്ട് മൂട്ടിപ്പുളി പറിച്ച് നമുക്ക് കഴിക്കണം. ഇത് കഴിച്ചാൽ എല്ലാവരും പറയുന്നത് ആയുസ് കൂടുമെന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ കേവാണ്. നക്ഷത്രക്കുത്ത് ടൈഗർ കേവ്. അതായത് പണ്ട് ഇത് റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ഡിസ്റ്റൻസ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതൊരു തൂക്കുപാലമാണ്. ഇത് കണ്ടമാനം ആടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫോറസ്റ്റിലേക്ക് ഒരു ട്രെക്കിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ട്രെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അവിടെ എന്തുണ്ടെന്നുള്ളത്. പുലിമടയൊക്കെ എന്നാണ് പറഞ്ഞത്. പുലിമടയിലെത്തി നമ്മൾ ഒരു 2 മാസം മുമ്പ് വരെയും പുലി ഇവിടെ കണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. പറയൂ എന്താണ്? പണ്ട് പുലി 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയാണ് പുലി താമസിച്ചിരുന്നത്. പിന്നെ അത് പുലി ഇങ്ങനെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽസ് ആണ് ആദ്യം താമസിക്കുന്നത്. അതായത് ആദ്യം ഇവിടെ വന്ന ട്രൈബൽസ് ആണ്. അവര് ഈ തേൻ ഹണി ശേഖരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ്. പിന്നീട് ആൾത്താമസം കാലത്തേക്ക് മാറിപ്പോയത്. 2018 ഫ്ലഡ് വന്നതിന് ഫുൾ ഡാമേജ് ആയിട്ട് ഇടിഞ്ഞു പോയത്. ഇതൊക്കെ മേളിരുന്ന കല്ലാണ്. ഓ അത് ശരി. ഫുള്ള് മൂടിയായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് ഇതിനകത്തോട്ടല്ലേ? ഇതിനകത്തോട്ട് എത്ര ദൂരം ഉണ്ടാവും? 20 മീറ്റർ ഏകദേശം ഉണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ. പാമ്പൊക്കെ ഉണ്ടാവും അല്ലേ? വവ്വാലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സജു? ഓക്കെ. സാരമില്ല. ഇനി 2.5 കിലോമീറ്ററും കൂടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി കട്ടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഇരുട്ടാണ് നമ്മുടെ ഈ ഗുഹയ്ക്കുള്ളിൽ. ഇതാ അമ്മി. ഓക്കെ. വളരെ ശ്രദ്ധിച്ച് വരണേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്യൂട്ടിഫുൾ. ഇതിനകത്തിലോട്ട് ഇനി നമുക്ക് പോകാനുണ്ട് ഒരുപാട്. ഏകദേശം 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പക്ഷേ ഇത് വളരെ ദുർഘടമായ യാത്രയാണ്. സജു പിന്നെ ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടിട്ടുണ്ടോ? ഓക്കെ. ഫോൺ ഷാജി ഫോൺ എടുത്ത് അതിൽ സൂക്ഷിച്ചിറങ്ങണേ. ഉള്ളൂ. നമുക്ക് ഈ വഴി താഴേക്ക് പോകണ്ടേ അല്ലേ? ഈ വഴി താഴേക്ക് പോയിട്ട് ഈ കല്ലിനിടയ്ക്കൂടെയാണ് പോകുന്നത്. ഇനിയും നമുക്കൊരു 3.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പക്ഷേ വളരെ ദുർഘടമായ യാത്രയാണ്. മഴയില്ലാത്തത് ഏതായാലും നന്നായി. എവിടാ? താഴെയാണോ മേളിലാണോ? താഴോട്ട് മേലോട്ട് പോകാൻ പറ്റില്ലേ? അവിടെ എന്താണ് റിസർവ് ഫോറസ്റ്റാ? ഓഹോ. ഇങ്ങോട്ട് നമുക്ക് മേലോട്ട് പോകാം. ആനയുണ്ടല്ലേ? ആനയും ഓക്കെ. നമുക്ക് താഴോട്ടാണ് പോകണ്ടേ അല്ലേ? ഓക്കെ ശരി. ഒരുമിച്ച് വരണേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഒറ്റയ്ക്ക് വരരുത്. പ്രശ്നമാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉത്തരവാദിയല്ല. നല്ല റിസ്ക് ആണ്. നല്ല വഴുക്കലുണ്ട്. സാരമില്ല. ഒരു 6 കിലോമീറ്റർ കൂടെ മാത്രമേ ഉള്ളൂ ഇനി. വാ. വളരെ നിങ്ങൾ കാലും തലയും ഒക്കെ സൂക്ഷിക്കണം. കാരണം ഒരുപാട് രാജവെമ്പാല പച്ചിലപ്പാമ്പുകൾ കൂടുതൽ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ 22 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി അടുത്തൊരു 8 കിലോമീറ്ററും കൂടെ ഉണ്ട്. അത് ഈ 8 കിലോമീറ്റർ ബാക്കിയുള്ളത് ഈ കല്ലിനിടയിൽ കൂടെ മാത്രമാണ് പോകേണ്ടത്. അതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിക്കണം കണ്ടോ? ഇതിലെയാണ് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. കുറച്ച് ദൂരം പോകാനുണ്ട്. ഒരു ഏകദേശം 30 കിലോമീറ്ററോളം ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ടൈഗർ കേവിൽ ഉള്ളൊരു ട്രക്കിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്ത് റിസർവ് ഫോറസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് മാത്രം ഇതിലെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അവർ ഒരു ഫീസൊക്കെ ഉണ്ട്. അതൊക്കെ അടച്ചിട്ടാണ് നമുക്ക് ഇതിൽ പോകാൻ പറ്റുന്നത്. നല്ലൊരു ആംബിയൻസാണ്. കുഴപ്പമില്ല. പിള്ളേരെ കൊണ്ടൊക്കെ വന്നിട്ട് വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇതാണ്. ഇതിൻ്റെ
തൊട്ടപ്പുറത്തായിട്ട് ഒരു അരുവി എന്ന് പറയാൻ പറ്റില്ല, ഒരു റിവറാണ്, ഒരു പുഴയാണ്. പുഴ ഒഴുകുന്നുണ്ട്. വെള്ളം കുറവാണ്, മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വെള്ളം കുറവാണ്. നമ്മൾ വനത്തേക്കുള്ള നടപ്പൊക്കെ കഴിഞ്ഞ് ടൈഗർ കേവിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ വിട്ടത് ആനക്കുളത്തേക്കാണ്. ആനക്കുളത്ത് അതിമനോഹരമായ കാഴ്ചയാണ്. ആനക്കുട്ടികളെ കൊണ്ട് വന്നിട്ട് വെള്ളം കുടിക്കുന്ന ഈ കാഴ്ച നിങ്ങൾ കാണാതെ ഒരിക്കലും തിരിച്ചു വിടുന്ന് പോകരുത്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. 2-3 മണിക്കൂറുകളോളം ഇവരിവിടെ ഇങ്ങനെ നിൽക്കും. അതാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും കാഴ്ചകളൊക്കെ കാണാം.